എല്ലാ കാലഘട്ടത്തിനും ഒരു പെർട്ടിക്കുലർ ഫ്ലോറിംഗ് കാണും. അത് 50-60കളിൽ സിമെന്റ് ഫ്ലോറിംഗ് ആയിരുന്നെങ്കിൽ 60-70കളിൽ അത് മൊസൈക്ക് ആയിരുന്നു, 70-80കളിൽ അത് മാർബിളായി, 80-90കളിൽ അത് ഗ്രാനൈറ്റ് ആയി, 95-2000 കാലഘട്ടത്തിലാണ് ടൈൽസിന്റെ വരവ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ കാലഘട്ടത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് ടൈൽസ് തന്നെയാണ്. പക്ഷെ ടൈൽസിനകത്തും നമ്മുടെ ഈ കാലഘട്ടത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടൈൽ ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രിന്റ് ഓൺ എ ടൈൽ ഉണ്ട്. ആ ടൈലിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പ്രിന്റിനെ കുറിച്ച് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ. വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. എന്റെ പേര് അമിത് ജോർജ്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഡെഫിനിറ്റീവ് പ്രിന്റ് ഓൺ എ ടൈൽ, ഈ കാലഘട്ടത്തിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രിന്റ് ആണ് സ്റ്റെയിൻഡ് കോൺക്രീറ്റ് ഫിനിഷ്. എനിക്ക് അറിഞ്ഞൂടാ എത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. പക്ഷേ മാറ്റ് ഫിനിഷ് ടൈലിൽ ഏതൊരു കടയിൽ നിന്നും ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു പ്രിന്റ് ആണ് സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ്. പക്ഷേ ഈ പേര് പലപ്പോഴും കടക്കാർ കറക്റ്റ് ആയിട്ട് എടുക്കാറില്ല. ഇതിനെ സിമെന്റീഷ്യസ് ഫിനിഷ് എന്ന് പറയും, അല്ലെങ്കിൽ സിമെന്റ് ഫിനിഷ് എന്ന് പറയും, അല്ലെങ്കിൽ പറയും. പക്ഷേ ഇതിന്റെ ആക്ച്വൽ പേര് ഇൻ ആർക്കിടെക്ചറൽ ടേംസ് ഇറ്റ് ഈസ് അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്ക് എന്നതിന് പറയും. അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്ക് അല്ലെങ്കിൽ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ്. അപ്പൊ ഈ ഫിനിഷിന്റെ പേരാണ് സ്റ്റെയിൻഡ് കോൺക്രീറ്റ് ഫിനിഷ്. ഈ ലുക്കിനാണ് പറയുന്നത് അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്ക്. കാരണം ഇതിന്റെ ഉത്ഭവം എവിടുന്നാന്ന് വെച്ചാൽ യൂറോപ്പിൽ ഇപ്പോഴത്തെ നമുക്കറിയാം നമ്മുടെ യൂറോ 4, യൂറോ 5, യൂറോ 6 എമിഷൻ നോംസ് ഇതെല്ലാം യൂറോപ്പിൽ നിന്ന് വരുന്നതാണ്. അതായത് യൂറോപ്യൻ കമ്മീഷൻ അവരാണ് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള എഫേർട്ടിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യം. അപ്പം യൂറോപ്യൻസ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കാര്യം കണ്ടുപിടിച്ച പ്ലാസ്റ്റിക് ഇമൽഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന പെയിന്റിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ അംശമുണ്ട്. നമ്മുടെ ഫുഡ് ചെയിനകത്ത് ഏറ്റവും എളുപ്പത്തിൽ കയറുന്ന പ്ലാസ്റ്റിക് ഈ പെയിന്റിനകത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് തീർന്ന പെയിന്റ് ഇളക്കി കളയുമ്പം അതാണ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഫുഡ് ചെയിനകത്ത് കയറി നമ്മുടെ ശരീരത്തിനകത്ത് പോയിട്ട് നമ്മുടെ കിഡ്നിയെയും ലിവറിനെയും ഒക്കെ ബാധിക്കുന്നത്. അങ്ങനെയാണ് യൂറോപ്യൻസ് ആദ്യം ഈ പെയിന്റിനെ ഒഴിവാക്കാനുള്ള ഒരു വഴി തിരക്കി തുടങ്ങി. പക്ഷെ വീടുകളിൽ അത് ചെയ്യാൻ പാടാ, കാരണം ഇന്റീരിയേഴ്സിനകത്ത് പെയിന്റ് മസ്റ്റായിട്ടും വേണം. പക്ഷെ അവർ തീരുമാനിച്ചു എന്തുകൊണ്ട് പബ്ലിക് പ്ലേസസിൽ പെയിന്റിന്റെ ഉപയോഗം കുറച്ചുകൂടാ അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൂടാ. അങ്ങനെയാണ് അവർ സിമെന്റിലേക്ക് അവരുടെ ശ്രദ്ധ കൂട്ടിയത്. സിമെന്റിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയപ്പോൾ ആക്ച്വലി സിമെന്റിന്റെ ഈ ഒരു ലുക്ക്, അതായത് സിമെന്റ് കഴിഞ്ഞ് നമുക്കറിയാം പ്ലാസ്റ്റർ തട്ടിളക്കി കഴിഞ്ഞാൽ ആ ഒരു തട്ടിന്റെ ലുക്ക് ഈ ഒരു ലുക്കായിരിക്കും. അപ്പൊ അവർ നോക്കിയപ്പോൾ ഇതിന് ഒരു തനത്തായ ഒരു ഭംഗിയുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇതിനെ തന്നെ മെയിൻ ഫ്ലോറിംഗ് അല്ലെങ്കിൽ മെയിൻ ഒരു ഐറ്റം ആക്കി മാറ്റിക്കൂടാ? എന്തിന് ഇതിന്റെ പുറത്ത് നമ്മൾ പെയിന്റ് ചെയ്യണം അല്ലെങ്കിൽ പുട്ടി അടിച്ച് പ്ലാസ്റ്റിക് ഇമൽഷൻ അടിക്കണം എന്ന് അവർ ചിന്തിച്ചു. അവർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് സ്യൂറിക്, നമുക്കറിയാം സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഫേമസ് സിറ്റിയാണ് സ്യൂറിക് എയർപോർട്ട്. ടോട്ടലി പെയിന്റ് ഫ്രീ എയർപോർട്ടാണ്. ലോകത്തിലെ ആദ്യത്തെ പെയിന്റ് ഫ്രീ എയർപോർട്ടാണ് സ്യൂറിക് ഇന്റർനാഷണൽ എയർപോർട്ട്, അല്ലെ സ്വിറ്റ്സർലൻഡിലെ സ്യൂറിക് ഇന്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ ആ എയർപോർട്ടിനകത്താണ് ഫസ്റ്റ് ടൈം ടോട്ടലി പെയിന്റ്ലെസ് ഒരു സിമെന്റീഷ്യസ് ഫിനിഷിൽ മാത്രം ബിൽഡിംഗ് ചെയ്ത്. ലോകത്തിലെ എല്ലാ ഈ ഒരു ആർക്കിടെക്ചറൽ ഫീൽഡിലും ഇന്റീരിയർ ഡിസൈനേഴ്സിലെ ഫീൽഡിലും ആരും സ്യൂറിക്കിൽ പോകാത്തവരില്ല. അങ്ങനെ ആ എയർപോർട്ടും അതേപോലെ സ്വിസ് ഗവൺമെന്റിന്റെയും യൂറോപ്പിലെ മറ്റ് ഗവൺമെന്റ്സിന്റെയും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫിനിഷ് ശരിക്കും ലോകം മൊത്തം ഇത് അംഗീകരിച്ചു. ഇതിന്റെ ഭംഗി വർഷങ്ങൾക്ക് ശേഷം 50കളിൽ തുടങ്ങിയ സിമെന്റീഷ്യസ് ഫിനിഷ് പക്ഷേ ഇതിന്റെ ശ്രദ്ധയിലേക്ക് പെട്ടത് 2000കളിലാണ്, താങ്ക്സ് ടു ദ യൂറോപ്യൻ കമ്മീഷൻ. അപ്പൊ ഇതായിരുന്നു ഈ ഒരു ഫിനിഷിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. ഇന്ന് ഇതിന്റെ ഒരു മാസ് അപ്പീൽ എന്തുവാന്ന് വെച്ചാൽ ചെറിയ ഗ്രാമങ്ങളിൽ പോലും സ്യൂറിക് എന്തുവാണോ, സ്വിറ്റ്സർലൻഡ് എവിടാണോ ഒന്നും അറിയാത്തവർ, സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് എന്തുവാണോ ഇതൊന്നും അറിയാത്തവർ ഡിസ്പ്ലേയിൽ പോയി ഇത് കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ചൂണ്ടി പറയും, നമുക്ക് ഫ്ലോറിലേക്ക് ഈ ടൈൽ മതി, അല്ലെ കിച്ചണിലേക്ക് ഈ ഫ്ലോർ മതി, അല്ലെ നമുക്കൊരു ബാത്റൂം ഇത് വെച്ച് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് വന്നു. അപ്പോൾ ഈ ഒരു ഫിനിഷിന്റെ ഒരു യൂണിവേഴ്സൽ അപ്പീൽ എന്തുവായിരുന്നെന്ന് ഇന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഇത് ഡെഫിനറ്റ് ഒരു കളക്ഷനകത്ത് വേണ്ട ഒരു സാധനമാണ്. എല്ലാ നല്ല കടകളും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ഞങ്ങൾ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്ത് സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷിലുള്ള വേരിയേഷൻസിന്റെ ഒരു എപ്പിസോഡാണ് കാത്തിരിക്കുക. ഞാൻ എൻ്റെ പ്രസന്റേഷൻ തുടങ്ങിയ ഈ ടൈല്, ഈ ഒരു ഡിസ്പ്ലേ ഇന്നിപ്പം ലാസ്റ്റ് ഡേ ആണ് ഈ ഡിസ്പ്ലേ പൊളിക്കാൻ പോവുക. കാരണം അടുത്ത കുറച്ചുകൂടെ ഫ്ലോറൽ ആയിട്ടുള്ള ഒരു സംഭവം ആറേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് മാറ്റാൻ പോവുക. അപ്പം ഇത് ഈ ഒരു വളരെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് മോസ്റ്റ്ലി ഇതിന്റെ ലാസ്റ്റ് ഡേ ആയിരിക്കും. സോ ഇത് കജാരിയ ഇൻഫിനിറ്റിയുടെ ഡാസൽ ഗ്രേയും ഡാസൽ മാർഫിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം ഇൻഫിനിറ്റി വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കജാരിയ എറ്റർണിറ്റിയുടെ ഒരു സബ് ബ്രാൻഡ് ആണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈല. നമ്മൾ
നമ്മൾ ഇവിടുന്ന് ഇത് ഇളക്കുന്നെങ്കിൽ ഇതെടുത്ത് കളയുമല്ല, ഇതിന്റെ പൊസിഷൻ മാറി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. സോ ഡാസൽ ഗ്രേ ആൻഡ് ഡാസൽ മാർഫിൽ ഇത് ഇക്കണോമി ആയതുകൊണ്ട് ഇതിനകത്ത് ആകെ വന്ന ഒരു കുറവെന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർ സ്വല്പം കുറവാണ്. അപ്പം ഇനി നമ്മൾ ഇപ്പൊ കണ്ടത് കജാരിയ ഗ്രൂപ്പിന്റെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള സിമെന്റീഷ്യസ് ഫിനിഷ് ആണ് കണ്ടത്. ഇനി നമുക്ക് കജാരിയ എറ്റേണിറ്റിയുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് കാണാം. എന്റെ പുറയിൽ ഇപ്പൊ കാണുന്നതാണ് കജാരിയ എറ്റേണിറ്റിയുടെ ഏറ്റവും എക്സ്പെൻസീവ്, ഏറ്റവും ബ്യൂട്ടിഫുൾ, ഒരു വേൾഡ് ക്ലാസ് സിമെന്റീഷ്യസ് ഫിനിഷ് ഉള്ള ടൈൽ ഓസ്ലോ ഗ്രിസ്മാറ്റ് ഇൻ 6x4 സൈസ്, അല്ലെങ്കിൽ 6 അടി ബൈ 4 അടി സൈസിൽ. ഓസ്ലോ ഗ്രിസ്മാറ്റ് നമുക്ക് 4 അടി 2 അടി സൈസിലും അവൈലബിൾ ആണ്, 2 അടി 2 അടി സൈസിലും അവൈലബിൾ ആണ്, 2 അടി 1 അടി സൈസിലും അവൈലബിൾ ആണ്. അപ്പം കജാരിയ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷിൽ എത്രത്തോളം ഡീപ്പായിട്ട് ഇൻവോൾവ് ആയിരുന്നുള്ളതിന്റെ വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഞാൻ ലോകത്തിലുള്ള മിക്ക കമ്പനീസിന്റെ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷസ് കണ്ടിട്ടുണ്ട്. ഈ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് എസ്പെഷ്യലി 6x4 സൈസിനകത്ത് കജാരിയ എറ്റേണിറ്റി ഓസ്ലോ ഗ്രിസ്മാറ്റ് എന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു ടൈൽ ഒരു വേൾഡ് ക്ലാസ് ടൈലാണ്. കാരണം ഇത്രയും നല്ല ഒരു സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ്, ഇത്രയും ബ്യൂട്ടിഫുൾ ഗ്രേഡേഷൻ, ഇത്രയും നല്ല കളർ ഇത് വേറെ ഒരു കമ്പനിക്കും ഇന്ത്യയിലില്ല. പിന്നെ വേൾഡിലെ കാര്യം എനിക്ക് അറിയില്ല, കാരണം നമ്മൾ ഇതുവരെ ഇമ്പോർട്ടഡ് ടൈൽസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. സോ നിങ്ങൾക്ക് സ്റ്റെയിൻ കോൺക്രീറ്റ് ടൈൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നോക്കി കണ്ടുപിടിക്കേണ്ട ഒരു ടൈലാണ് ഓസ്ലോ ഗ്രിസ്മാറ്റ്. ഈ ഓസ്ലോ ഗ്രിസ്മാറ്റിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിലെ മറ്റൊരു ടൈൽസിനെക്കാട്ടിലും ഈ ടൈലിന് 20 രൂപ റേറ്റ് കൂടുതലാണ്. ആ കൂടുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ ബോഡി ഓസ്ലോ ഗ്രിസ്മാറ്റിന്റെ മാത്രം പ്രത്യേകതയാണ്. കജാരിയ ഇതിന്റെ ബോഡി കളേർഡ് ബോഡി ആയിട്ടാണ് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ഇത് കളേർഡ് ബോഡി GVT ആണ്. വിച്ച് മീൻസ് ഈ ടൈല് നമ്മളിപ്പോ ഒരു സിറ്റ് ഔട്ടിൽ വിരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വിരിച്ചാൽ നമുക്ക് ഇതിന്റെ എൻഡിലോട്ട് കൊണ്ടുവന്ന് ഇതിനെ ബിവിൽ ചെയ്തോ ഷാംഫർ ചെയ്തോ വെക്കാം. ഇത് ഫുൾ ബോഡി ടൈല് പോലെ തോന്നിക്കും. ഇൻഫാക്ട് ഇതിന്റെ ബോഡിക്കകത്ത് ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ഗ്രെയിൻസ് വരെ ഉണ്ട്. ഒത്തന്റിക്കേറ്റ് ദീസ് ഗ്രെയിൻസ്, അല്ലെങ്കിൽ ഇതൊരു ഫുൾ ബോഡി ടൈലാണ്, അല്ലെങ്കിൽ ഇതൊരു ഒറിജിനൽ സ്റ്റെയിൻ ഒരു ഫ്ലോർ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്രയും ഒരു ഇംപ്രഷൻ തരാൻ വേണ്ടിയിട്ട്, അത്രയും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. സോ ഒബ്വിയസ്ലി ഈ ടൈലിന് മറ്റൊരു ടൈലിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഇതേ ക്ലാസ്സിലെ 2 ടൈൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്, അതിനെക്കാട്ടിലും ഈ ടൈലിന് സ്വല്പം ഒരു പൊടിക്ക് വെയിറ്റും കൂടുതലാണ്, തിക്നെസ്സും കൂടുതലാണ്. കളേർഡ് ബോഡി GVT ഓസ്ലോ ഗ്രിസ്മാറ്റ്, ബെസ്റ്റ് സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് ഇൻ ഇന്ത്യ. എന്റെ ലെഫ്റ്റിൽ കാണുന്ന ഇതാണ് ഓസ്ലോ മർഫിൽ മാറ്റ്. നമ്മൾ നേരത്തെ കണ്ട ഗ്രിസിന്റെ ലൈറ്റർ ഷെയ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതും തമ്മിൽ പ്രൈസിൽ ഒരു 10-15 മുതൽ 20 രൂപയുടെ വ്യത്യാസമുണ്ട്. അത് വരുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ബോഡി പ്ലെയിൻ ബോഡിയാണ്, വിട്രിഫൈഡ് ടൈലാണ്, പക്ഷേ പ്ലെയിൻ വിട്രിഫൈഡ് ആണ്. അതേപോലെ അതിനകത്ത് ഒരു കളർ എഫക്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. സോ ഇത് ചീപ്പാണ്. പക്ഷേ നമുക്ക് അത്രയും ഡാർക്ക് ഷെയ്ഡ് വേണ്ട, നമുക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സിമെന്റീഷ്യസ് ഫിനിഷ് വേണമെങ്കിൽ ഓസ്ലോ മർഫിൽ മാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ചോയ്സ്. ഇനി ഇതേപോലെ ഓസ്ലോ സീരീസിലെ ഒരു വളരെ ഫേമസ് സ്റ്റൈലാണ് ഓസ്ലോ ഒക്രെ ബ്രോൺസ്. അപ്പം ഇത് അതിനകത്ത് നമുക്ക് ബ്രോൺസ് ഇപ്പോൾ ഡിസ്പ്ലേയിലില്ല, ഓസ്ലോ ഒക്രെ നമുക്ക് ഡിസ്പ്ലേയിലുണ്ട്. ഇനി നമുക്ക് സ്റ്റെയിൻ കോൺക്രീറ്റിന്റെ ഒരു ഗ്രേ കളർ വേണ്ട, നമുക്കൊരു വാം കളറിലാണ് നമുക്ക് ഈ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് വേണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതിനെക്കാട്ടിലും നല്ല ഒരു സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് വേറെ ഇല്ല മാർക്കറ്റിൽ. ഓസ്ലോ ഒക്രെ മാറ്റ് ലൈറ്റ് ഷെയ്ഡ് ആണ്, ഗ്രേക്കകത്ത് ഡാർക്ക് ഷെയ്ഡ് ആണ് കാണാൻ ഭംഗി, പക്ഷേ ബ്രൗൺ ഷെയ്ഡിനകത്ത് ലൈറ്റ് ഷെയ്ഡ് ആണ് കാണാൻ ഭംഗി. അപ്പം ഓസ്ലോ ഒക്രെ മാറ്റ് ഫോർ യു. എനിക്കറിയത്തില്ല എത്ര ഇത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഡെഫിനറ്റ്ലി നേരിട്ട് ഷോറൂമിൽ വന്ന് ഈ ടൈൽ നേരിട്ട് കാണണം. ഇതിട്ട ഫ്ലോർ ബ്യൂട്ടിഫുൾ മാറ്റ് ഫിനിഷ് ആണ്, വളരെ ഈസി ടു മെയിൻറ്റെയിൻ മാറ്റ് ഫിനിഷ് ആണ്. വീടിന് ഒരു കണ്ടംപററി ലുക്ക് കിട്ടാൻ ഇതിനപ്പുറത്തോട്ട് നിങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി ഇത് നമ്മുടെ ഏറ്റവും പ്രീമിയം ഓഫറിംഗ് ആണ് സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷിനകത്ത്. ഇനി നമുക്ക് വേറെ ചെറിയ ടൈൽസ്, ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ടൈൽസ് മറ്റ് ബ്രാൻഡുകളിൽ നമുക്ക് എന്തുണ്ട് അതിനെക്കുറിച്ചും ചെറുതായിട്ടൊന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യം കാണിക്കേണ്ട കജാരിയയുടെ ഗ്രസ്റ്റഫിന്റെ പഴയ ഒരു ടൈലാണ്. ഇതിപ്പം ഡിസ്കൗണ്ട് സെയിലിൽ ഇരിക്കുകയാണ്. ഇതെല്ലാം 120x80 സൈസ് ടൈലാണ്, ബാലൻസ് ആണ്. 50% ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ഉണ്ട്, നിങ്ങൾക്ക് വന്ന് എടുക്കാവുന്നതാണ്. ക്ലിയറൻസ് സെയില അബ്സല്യൂട്ട്ലി. ഇതിനകത്ത് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അപ്രോച്ച് ചെയ്യാം. വോൾക്കാനിക് വുഡ് ഈസ് അമേസിംഗ് വുഡ് ടൈൽ, ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഇതിൻ്റെ ഇരിക്കുന്നത്. ബട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച അതല്ല, ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച ഈ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് ആണ്. ഇത് സ്റ്റെയിൻ കോൺക്രീറ്റിനകത്ത് കളർ മിക്സ് ചെയ്ത് അതേ സ്റ്റെയിൻ കോൺക്രീറ്റ് അൺഫിനിഷ് ഫ്ലോർ ലുക്ക് അറ്റൈൻ ചെയ്യുന്ന ഒരു ടൈലാണ്. ഇത് ഇവിടെ വിരിച്ച ഒരു സൈറ്റ് എനിക്കറിയാം, വളരെ ബ്യൂട്ടിഫുൾ ഒരു ലുക്കാണ്. പക്ഷേ ഇതിപ്പോൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയേ ഉള്ളത് നിങ്ങൾക്ക് നല്ല പ്രൈസിന് അവൈൽ ചെയ്യാം. ഇനി നമുക്ക് വേറെ കുറച്ച് സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷസ് നോക്കാം. ഞാൻ ഇപ്പം ചെറിയ ടൈൽസ്, അതായത് 4x2 സൈസ് അല്ലെങ്കിൽ അതുപോലത്തെ 2x2 സൈസ് ഉള്ള ഒരു സെക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ശരിക്കും ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഷോറൂം നിറച്ച് സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷസിന്റെ ഓരോ വേരിയൻസ് ആണ്. അപ്പോൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. കമ്പനി വൈസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് ഒന്ന് ഇനി ഞാൻ ഡിസ്പ്ലേ വൈസ് ചെയ്തങ്ങ് പോവാം. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് നിറ്റ്കോടെ ആണ്. നിറ്റ്കോടെ നൂറിയ മിസ്റ്റും നൂറിയ ഗ്രിസും ആണ്. ഇന്ത്യയിൽ തന്നെ ഇന്ത്യ മൊത്തത്തിൽ ഒരു പർട്ടിക്കുലർ കുറച്ച് ടൈൽസ്, ഇപ്പോൾ ഓസ്ലോ ഓഫ് കോഴ്സ് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് ടൈലാണ്. പക്ഷേ നെക്സ്റ്റ് വെരി സെക്കൻഡ് ബർത്തിൽ തന്നെ വരുന്ന ഒരു ടൈലാണ് നൂറിയ സീരീസ് ബൈ നിറ്റ്കോ. സോ
ഇത് സ്റ്റെയിൻ കോൺക്രീറ്റ് ആണ്, പക്ഷേ ഇത് അത്രയും റഫ് അല്ലെങ്കിൽ അത്രയും പാച്ചി ആയിട്ടുള്ള ഒരു സ്റ്റെയിൻ കോൺക്രീറ്റ് അല്ല. ശരിക്കും കോൺക്രീറ്റ് ഒഴിച്ചിട്ട് അത് പഞ്ഞി വെച്ച് ഒപ്പിയെടുത്ത ഒരു ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത ഒരു ഡിസൈനാണ്. അപ്പം വളരെയധികം സെലക്ഷൻ വരുന്ന ഒരു ടൈലാണ്, ബ്യൂട്ടിഫുൾ ടൈലാണ്. ഇതാണ് ആദ്യത്തെ ഞങ്ങളുടെ ഓഫർ. നേരത്തെ നമ്മൾ മോക്കപ്പിൽ കണ്ട ഡാസൽ മാർഫിലും ഡാസൽ ഗ്രേ ആണ് ഇവിടെ ഡിസ്പ്ലേയിൽ ഇരിക്കുന്നത്. ഇത് ഫ്ലോർ ടൈൽസിനും ഒരുപാട് സെലക്ഷൻ വരുന്നതാണ്. ഇനി ഇതിന്റെ തന്നെ ഡാസലിന്റെ തന്നെ ഒരു ബ്രൗൺ കളർ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷും ഇവിടെ ഉണ്ട്. ഇതും വളരെ ബ്യൂട്ടിഫുൾ ടൈലാണ്. കിച്ചൺ ഫ്ലോർസിനാണ് നോർമലി പോകുന്നത്. അപ്പം ഡാസൽ ടോപ്പെ വൺ ഓഫ് ദ ബെസ്റ്റ്. ഈ ടോപ്പെ കളർ എന്ന് പറയുന്ന ഒരു കളറാണ്. ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ ഇന്റർമീഡിയറ്റ് കളേഴ്സ് ആണ്, അതായത് ഏതെങ്കിലും ഒരു കളറിനകത്ത് നിന്ന് ബ്ലാക്സ് റിഡ്യൂസ് ചെയ്തെടുക്കുന്ന കളേഴ്സ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് പേരിടാൻ പാടാം. അതാണ് ഈ മർഫിൽ, ടോപ്പെ അങ്ങനത്തെ കളേഴ്സ് എല്ലാം ഈ ഓൾട്ടേർഡ് കളേഴ്സ് ആണ്. ഈ ഒരു കാലഘട്ടത്തിന്റെ കാര്യമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രിന്റ് മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ ഒരു കളർ ഏതാന്ന് ചോദിച്ചാൽ അത് ഈ ടോപ്പയും മർഫിലും ഒക്കെ ആണ്. അപ്പം ഡാസൽ ടോപ്പ് ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത നമ്മൾ പോകാൻ പോകുന്ന അടുത്ത ഒരു ടൈല്, ഇത് കെറോനൈറ്റിന്റെ സെക്ഷനാണ്. കെറോനൈറ്റിന്റെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലിട്ട റീല് ഇന്ന് രാവിലെ 9500 വ്യൂസ് കഴിഞ്ഞു. സോ ഒബ്വിയസ്ലി എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. കെറോനൈറ്റിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഓരോ ടൈലിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കോൺക്രീറ്റ് ഗ്രേ മാറ്റ്. ഇതിന്റെ പേര് തന്നെ അങ്ങനെയാണ്, കോൺക്രീറ്റ് ഗ്രേ മാറ്റ്. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇത് എടുത്തതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് കോൺക്രീറ്റിന് പല വേരിയേഷൻസ് ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേക തരം കോൺക്രീറ്റ് വേരിയേഷൻ ആണ്. സ്വല്പം ഡാർക്ക് ആണ്. ശരിക്കും ഇത് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കേണ്ട ഒരു കളർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. പക്ഷേ ദേ ചൂസ് ടു കീപ്പ് ഇറ്റ് ഡാർക്ക്. ഇനി ഇതിൻ്റെതായ ഭംഗിയുണ്ട്. സോ സ്വല്പം ഡാർക്ക് ഷെയ്ഡിൽ നല്ല ക്ലാസി സ്റ്റെയിൻ കോൺക്രീറ്റ് നോക്കുവാണ്, അതായത് പാച്ച് ഇല്ലാത്ത ടൈപ്പ് നോക്കുവാണെങ്കിൽ നല്ലൊരു ചോയ്സാണ്. പ്രൈസും കുറവാണ്. സോ അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്കിൽ എവി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലത്ത് ഏറ്റവും എക്സ്പെൻസീവ് 4x2 ടൈൽ ഏതാണെന്ന് ചോദിച്ചാൽ RAKയുടെ വിയന്ന സീരീസ് ആണ്. ഇത് സ്റ്റെയിൻ കോൺക്രീറ്റ് ആണ്, അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്കിന്റെ രാജാവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് കാർവിംഗ് ടൈലാണ്. നമുക്ക് ഇതിനകത്ത് കൈ ഓടിച്ചാൽ അറിയാം, ഒരു ഷുഗർ ഫിനിഷ്, ഒരു കോട്ടിങ് ഇതിന്റെ പുറത്തുണ്ട്. വിച്ച് മീൻസ് ഇത് ഭയങ്കരമായിട്ട് ട്രാഫിക് അല്ലെങ്കിൽ തേയ്മാനത്തിന് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈലാണ്. നല്ല ട്രാഫിക് ഉള്ളിടത്ത് നമുക്ക് ഇത് ഇടാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം ഒരു ലൈറ്റ് ഗ്രേ കളറും ഒരു എക്സ്ട്രീംലി ഡാർക്ക് ഗ്രേ കളർ, ഓൾമോസ്റ്റ് ബ്ലാക്കിലേക്ക് പോകുന്ന ഒരു ഗ്രേ കളറാണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ വിയന്ന ഡാർക്ക് ഗ്രേ, വിയന്ന ലൈറ്റ് ഗ്രേ. 4x2 ഏറ്റവും ബ്യൂട്ടിഫുൾ ഗ്രേ ഷെയ്ഡ് ടൈൽസ് ആണ്. തൊട്ടടുത്ത് തന്നെ RAKയുടെ തന്നെ ആസ്പെൻ സീരീസ് ഉണ്ട്. ആസ്പെൻ സീരീസ് RAKയുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റിൽ ഒന്നാണ്. സ്റ്റെയിൻ കോൺക്രീറ്റ് ആണ്, പക്ഷേ കാർവിംഗ് അല്ല, മാറ്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ഒരു അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്ക് ആണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബ്രൗണും ബേജും ആണ്. കൂട്ടത്തിൽ ഒരു ഹൈലൈറ്ററും ഉണ്ട്, പക്ഷേ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അല്ല. സോ ആസ്പെൻ ബീജ് ആൻഡ് ആസ്പെൻ ബ്രൗൺ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ്. കണ്ടംപററി നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഡെഫിനറ്റീവ് ആയിട്ടുള്ള ടൈൽ പ്രിന്റിനെ കുറിച്ചാണ്. സോ ആസ്പെൻ സീരീസ്. ഇനി ആസ്പെനിൽ തന്നെ ബ്രൗണും ലൈറ്റ് ഗ്രേയും ഉണ്ട്, പക്ഷെ അതിപ്പോൾ നമ്മുടെ കളക്ഷനിൽ വന്നിട്ടില്ല. തൊട്ടടുത്ത വണ്ടിയിൽ അതും വരും. അപ്പം ആസ്പെൻ ബ്രൗൺ, ആസ്പെൻ ബീച്ച്. ഇനി വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്ക് ഇവിടെ ഉണ്ട്. ഇതാണ് ടെറാക്കോട്ട കളർ, അതായത് നമ്മുടെ തറയോടിന്റെ കളർ. സോ നമുക്കൊരു ട്രഡീഷണൽ വീടാണ്, ഓടിട്ട വീടാണ്, പഴയ ഒരു തറവാട, നമ്മൾ അതിനെ റിനോവേറ്റ് ചെയ്യുന്നു. അപ്പം എന്ത് ഫ്ലോർ അതിന് കൊടുക്കണം? അപ്പം പഴമയോട് പാരലായിട്ട് നിൽക്കുന്ന ഒരു റസ്റ്റിക്നെസ് ആ ഫ്ലോറിൽ ഡെഫിനറ്റ്ലി കാണണം. പഴമയെ അല്ലെങ്കിൽ ഒരു നെസ്റ്റോൾജിയ കൊണ്ടുവരുന്ന, പഴയ കാലത്തിനോട് ഒരു നൊസ്റ്റാൾജിയ കൊണ്ടുവരുന്ന ഒരു കളറാണ് ഈ ടെറാക്കോട്ട കളർ. സോ ടെറാക്കോട്ട കളറും അവിടെ വേണം. പഴയ വീടാകുമ്പോൾ ലൈറ്റ് കുറവായിരിക്കും, അപ്പം നമുക്ക് അവിടെ കുറച്ച് ലൈറ്റും വേണം. ഈ ഒരു കോമ്പിനേഷൻ അങ്ങനത്തെ വീടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ് RAKയുടെ ആസ്പെൻ ടെറാക്കോട്ട, ആസ്പെൻ വൈറ്റ്. സോ ആസ്പെൻ സീരീസിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. ഇതെല്ലാം അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്ക് ആണ്, പക്ഷേ ഇത് ടെറാക്കോട്ട കളറിൽ. പല കമ്പനിക്കും ടെറാക്കോട്ട കളേഴ്സ് ഉണ്ട്, പക്ഷേ RAKയുടെ ആസ്പെൻ ടെറാക്കോട്ട ഒരു വളരെ യുണീക്ക് കളറാണ്, വളരെ യുണീക്ക് കളറാണ്. അതേപോലെ വളരെ ബാലൻസ്ഡ് പാച്ചിങ് ആണ്. സോ ഒരു തരത്തിലും എങ്ങും ഓവർ ആവുന്നില്ല. അപ്പോൾ ഇതേ തന്നെ വേറൊരു കമ്പനിക്ക്, ഐ തിങ്ക് കജാരിയയ്ക്കും ഉണ്ട്, പക്ഷേ അത് അത്രയും അട്രാക്റ്റീവ് അല്ല ഇതിന്റെ RAKയുടെ അത്രയും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെറാക്കോട്ട ടൈൽസ് ദാറ്റ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ യുവർ ഫ്ലോർ ഇൻ വിട്രിഫൈഡ് ഫോം. അപ്പോൾ സ്റ്റീലിന്റെ സ്ട്രെങ്ത്തും ഉണ്ട്, ഒരു നൊസ്റ്റാൾജിക് കളർ ഉണ്ട്, ഒരു കണ്ടംപററി പ്രിന്റ് ഉണ്ട്. സോ എല്ലാ അർത്ഥത്തിലും ബ്യൂട്ടിഫുൾ ആണ്. ഇൻസൈഡ്, അതേ വീടിന്റെ ഇൻസൈഡ് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ വൈറ്റ് കളറിലെ ടൈൽ കൊടുക്കാം. ഇതിനകത്തും അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്ക് ഉണ്ട്, പക്ഷേ എവിടെയോ താഴത്തെ ഒരു ലെയറിനകത്ത് ഒരു ചെറിയ ടെറാക്കോട്ട പാച്ച് അവിടെ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാം ആ വൈറ്റിനകത്ത് ഒരു മൈൽഡ് ടെറാക്കോട്ട കയറിയിരിക്കുന്നത്. സോ ട്രഡീഷണൽ വീട് അല്ലെങ്കിൽ ട്രഡീഷണൽ മനസ്സ് ഉള്ളവർക്ക് ഏറ്റവും പറ്റിയ ഒരു ടൈലാണ്. ഇനി നമുക്ക് സ്റ്റെയിൻ കോൺക്രീറ്റിന്റെ കുറച്ച് പോളിഷ് ഫിനിഷസ് നമ്മുടെ കയ്യിലുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം.
ഇവിടെ എല്ലാം മോണോലിത്തിന്റെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇളക്കിയിട്ടേക്കുന്നത്. സോ വെരി സൂൺ അതിന്റെ വീഡിയോയും കൂടെ വരും. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് ബോർഡാണ്. ഈ രണ്ട് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മേളിൽ കണ്ട ഓസ്ലോ ഗ്രിസിന്റെ പോളിഷ് ഫോർമാറ്റ്, ഓസ്ലോ ഗ്രിസിന്റെ തന്നെ മാറ്റ് ഫോർമാറ്റ്, ഓസ്ലോ മർഫിലിന്റെ മാറ്റ്, ഓസ്ലോ മർഫിലിന്റെ പോളിഷ്, അതേപോലെ ഓസ്ലോ ബ്രോൺസിന്റെ മാറ്റ്, ബ്രോൺസിന്റെ ഗ്ലോസി, ഓസ്ലോ ഒക്രയുടെ മാറ്റ്, ഒക്രയുടെ ഗ്ലോസി. സോ ഇത് കജാരിയ എറ്റേണിറ്റിയുടെ ഒരു തൂണ് എന്ന് തന്നെ നമുക്ക് പറയാം. കജാരിയയുടെ എറ്റേണിറ്റി സീരീസിന്റെ ഒരു തൂണ് തന്നെയാണ് ഒന്ന് കജാരിയ എറ്റേണിറ്റി ഓസ്ലോ സീരീസ്. ഇനി ഇതേപോലെ വേറൊരു തൂണാണ് കാശ്മീർ മാർഫിൽ, അതിന്റെ വേരിയൻസ്. വേറൊരു തൂണാണ് ശീശം റോസ്വുഡ്, ശീശം മഹാഗണി, നിസ്ന റോസ്വുഡ് എന്ന് പറയുന്ന 80 സെന്റിമീറ്റർ ബൈ 13 സെന്റിമീറ്ററിന്റെ ടൈൽ. സോ അതെല്ലാം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സ്റ്റെയിൻ കോൺക്രീറ്റ് ആണ്. കാലഘട്ടത്തിന്റെ പ്രിന്റ്, കാലഘട്ടത്തിന്റെ കളർ, കാലഘട്ടത്തിന്റെ ലുക്ക്. സോ ഇഫ് യു ഹാവ് നോട്ട് എക്സ്പീരിയൻസ്, പലപ്പോഴും പല കസ്റ്റമേഴ്സും ഓസ്ലോ സീരീസ് കണ്ടിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കാണാത്തവർ ഡെഫിനറ്റ്ലി ഇത് കാണേണ്ടതാണ്. കാരണം വീടിന് ഇത്രയും കണ്ടംപററി ലുക്ക് കിട്ടാൻ വേറെ ഒരു ടൈലും മാർക്കറ്റിലില്ല. ഇത് പോളിഷ് ഫിനിഷ്, മാറ്റ് ഫിനിഷ്, സ്മോൾ സൈസ്, ബിഗ് സൈസ് എല്ലാത്തിലും അവൈലബിൾ ആണ്. ഇനി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓഫ് കോഴ്സ് ദ ബെസ്റ്റ് ഈസ് സേവ്ഡ് ഫോർ ദ ലാസ്റ്റ്. എൻ്റെ സ്ഥാപനത്തിലെ പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റെയിൻ കോൺക്രീറ്റ് അൺഫിനിഷ് ഫ്ലോർ ലുക്കിന്റെ ടൈൽസ്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിറ്റ്കോ പ്രാഡ സീരീസ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സ്റ്റെയിൻ കോൺക്രീറ്റ് അൺഫിനിഷ്ഡ് ഫ്ലോർ ലുക്ക് ടൈൽ ഏതാന്ന് ചോദിച്ചാൽ എൻ്റെ സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ആണ്. ഇനി വേറൊരാളുടെ ആൻസർ വേറെ ആണെങ്കിൽ പ്രാഡ സീരീസ് കണ്ടു കഴിഞ്ഞാൽ അവരവരുടെ ആൻസർ മാറ്റി എഴുതും. കാരണം അൺഫിനിഷ് ഫ്ലോർ ലുക്കിലെ അൾട്ടിമേറ്റ് രാജാവാണ് നിറ്റ്കോയുടെ പ്രാഡ സീരീസ്. പക്ഷേ മൾട്ടി കോസ്മോപൊളിറ്റൻ സിറ്റീസിൽ മാത്രമേ ഇതിന് നല്ല സെയിലുള്ളൂ. കൊല്ലം പോലത്തെ ഭാഗത്ത് ഇതിന് വലിയ അക്സെപ്റ്റൻസ് ഇല്ല. പക്ഷേ സിറ്റീസ്, മെട്രോപൊളിറ്റൻ കോസ്മോപൊളിറ്റൻ സിറ്റീസിൽ ഇതിന് നല്ല അക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് സ്റ്റിൽസിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇതിന്റെ വേരിയേഷൻസ് എന്ന് വെച്ചാൽ ഒരു ടൈലും അടുത്ത ടൈലും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. റസ്റ്റിക്നെസ് എന്ന് പറഞ്ഞാൽ റസ്റ്റിക്നെസിന്റെ ഏറ്റവും ഹൈറ്റ് ആണ് ഇത്. കളർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് കളർ സെലക്ഷൻ. ആ 3 കളറിൽ വരും. ഒന്ന് ഡാർക്ക് ഗ്രേ, ഒരു ബ്ലൂ, ഒരു ഗ്രീൻ കളർ. ഇതിന്റെ ഗ്രീൻ ആണ് ഏറ്റവും പോപ്പുലർ കോമ്പിനേഷൻ. ഇതിനെ രണ്ടിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന ഒരു റസ്റ്റിക് മൊറോക്കൻ ടൈലിന്റെ കൂടാണ്. ഇതേപോലെ ഒരു മൊറോക്കൻ ബ്ലൂ ഷെയ്ഡിലും ഉണ്ട്, സിയസ്റ്റ എന്ന് പറഞ്ഞ്. സോ അത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അല്ല. നമ്മുടെ ടോപ്പിക് സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് ആണ്. അപ്പം പ്രാഡ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. പ്രാഡ സീരീസ് ഒട്ടും ചീപ്പല്ല. ഇറ്റ്സ് കംസ് അണ്ടർ 60 to 65 rupees ബ്രാക്കറ്റ്. ഗിവൻ ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ വിട്രിഫൈഡ് ടൈൽ. ഇതൊരു വിട്രിഫൈഡ് ടൈൽ അല്ല, ഇതൊരു സിറാമിക് ടൈലാണ്. സിറാമിക് റെഡ് ബോഡി ടൈലാണ്, വിച്ച് ഈസ് ബൈ ഡെഫിനേഷൻ ഭയങ്കര, അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ, അല്ലെങ്കിൽ ജനറലി ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പറയുന്ന പോലെ സിറാമിക് ഉപയോഗിക്കരുത്, സിറാമിക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ വീട് നശിച്ചു പോകും, സിറാമിക് വെള്ളം പിടിക്കും, ആ വാദങ്ങളിലെ എല്ലാം അടിച്ച് ദൂരെ കളയുന്ന ഒരു ടൈലാണ് പ്രാഡ സീരീസ്. കാരണം സിറാമിക് ആണ്. ബോക്സിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് സിറാമിക് ആണ്. പ്രൈസിൽ ഒട്ടും കുറവല്ല. കാരണം ഇതിന്റെ ടോട്ടൽ പ്രൈസിങ് എന്ന് പറയുന്നത് ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ബോഡിക്ക് ഒരു കുഴപ്പമില്ല. കാരണം കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഈ ടൈൽ ഇന്ന് വിപണിയിൽ കാണത്തില്ലായിരുന്നു. സോ പ്രാഡ സീരീസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം. സ്റ്റെയിൻ കോൺക്രീറ്റ് ആണ് ടൈൽ നോക്കുന്നതെങ്കിൽ. സോ സ്റ്റെയിൻ കോൺക്രീറ്റ് ഫിനിഷ് അല്ലെങ്കിൽ അൺഫിനിഷ് ഫ്ലോർ ലുക്കിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞങ്ങൾ കാത്തിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നാണ് ഏറ്റവും നല്ല ദിവസം. ഫ്രണ്ട്സോ ഫാമിലീസോ ആരെങ്കിലും വീട് വെക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഡെഫിനറ്റ്ലി അവരുമായിട്ട് ഷെയർ ചെയ്യണം. ഇവിടെ വന്ന് ടൈൽസ് നേരിട്ട് കണ്ട് സെലക്ട് ചെയ്യാൻ പറയണം. സോ അടുത്ത എപ്പിസോഡ് ഇതിനെക്കാട്ടിലും നല്ല കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മാറ്ററുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ടിൽ ദെൻ ഗുഡ് ബൈ.